സ്വതന്ത്ര ചിന്തകർ അല്ലെങ്കിൽ ഫ്രീ തിങ്കേഴ്സ്. ആരാണ് സ്വതന്ത്ര ചിന്തകർ? നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കുറച്ച് സ്വതന്ത്ര ചിന്തകരെന്ന് പറഞ്ഞാൽ ബുദ്ധൻ, ശ്രീ ബുദ്ധൻ. ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന സാമൂഹ്യമായിട്ടുള്ള വ്യവസ്ഥകൾക്ക് എല്ലാത്തിനെയും അട്ടിമറിച്ചുകൊണ്ട് സ്വതന്ത്രനായിട്ട് ചിന്തിച്ചു അനുഭവിച്ച് കുറേ കാര്യങ്ങൾ പുറത്തു കൊണ്ടുവന്നു. പിന്നെ നമുക്ക് കാണാവുന്ന ഒരാളാണ് യേശു ക്രിസ്തു. ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന സാമൂഹ്യമായിട്ടുള്ള സർവ്വ സംവിധാനത്തെയും അട്ടിമറിച്ചുകൊണ്ടാണ് യേശു ക്രിസ്തു എന്ന് പറഞ്ഞ വ്യക്തിയുടെ രംഗപ്രവേശനം. പിന്നെ കണ്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് മുഹമ്മദ് നബി. അങ്ങനെ നമുക്ക് മതപരമായിട്ട് പറയണമെങ്കിൽ ഇങ്ങനെയുള്ള കുറച്ച് ആൾക്കാരുണ്ട്. പിന്നെ നമുക്ക് വേറെ കുറേ ആൾക്കാരുണ്ട്. ഇപ്പം ഇന്ന് നമ്മൾ ഫ്രീ തിങ്കേഴ്സ് എന്നും പറഞ്ഞ് നടക്കുന്ന ആൾക്കാർ, സമൂഹത്തിൽ നടക്കുന്ന ഫ്രീ തിങ്കേഴ്സ് എന്നും പറഞ്ഞ് നടക്കുന്ന ആൾക്കാർ ആക്ച്വലി ഫ്രീ തിങ്കേഴ്സ് സ്വതന്ത്ര ചിന്തകരൊന്നുമല്ല. സ്വതന്ത്ര ചിന്തകരെന്ന് പറയുമ്പോൾ സാമൂഹികമായിട്ടുള്ള എല്ലാ അവസ്ഥയിൽ നിന്നും മോചനം നേടി അവൻ്റെ ആന്തരികമായിട്ടുള്ള വ്യവസ്ഥയുടെ സത്യസന്ധമായിട്ടുള്ള അനുഭവത്തിൽ നിന്ന് പ്രായോഗികമായിട്ട് ജീവിത അനുഭവത്തിൻ്റെ ഭാഗത്ത് തുടരുന്നവരാണ് സ്വതന്ത്ര ചിന്തകർ. മനസ്സിലായി? ഇപ്പോൾ യേശു ക്രിസ്തു എന്ന് പറഞ്ഞ ഒരു വ്യക്തി, ആ വ്യക്തിയുടെ മാത്രം സാന്നിധ്യത്തിൽ, ശ്രീ ബുദ്ധൻ്റെ മാത്രം അനുഭവത്തിൽ, മുഹമ്മദ് നബിയുടെ മാത്രം, അല്ലെങ്കിൽ നമുക്കിപ്പോൾ സോക്രട്ടീസ്, അരിസ്റ്റോട്ടിൽ, ഇങ്ങനെയൊക്കെ കുറേ ആൾക്കാരുണ്ട് സ്വതന്ത്ര ചിന്തകരായിട്ട്. ഇങ്ങനെ പലവരുമുണ്ട്, എക്കാർട്ടോളോ അല്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള പല ആൾക്കാരുണ്ട്. അപ്പോൾ ഒരു വ്യക്തി, ആ വ്യക്തിയുടെ ഇൻഡിവിജ്വാലിറ്റി, ഇൻഡിപെൻഡൻറ്റ് സ്റ്റേറ്റ്, അതിൽ നിന്ന് കൃത്യമായിട്ട് അനുഭവിച്ച് അനലൈസ് ചെയ്ത് കൊണ്ടുവരുന്നിടത്താണ് ശരിക്കുമുള്ള ജീവിതത്തിൻ്റെ സവിശേഷത വരുന്നത്. ഒരു വ്യക്തിക്ക് സ്വതന്ത്രമായിട്ട് ചിന്തിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അവനിലുള്ള മൂല്യത്തെയാണ് അവൻ സ്പർശിച്ചിരിക്കുന്നത്. നമ്മൾ സാമൂഹ്യ പ്രതിബദ്ധത എന്ന് പറയുന്നത് ഒരു വ്യക്തിയെ ട്രെയിൻഡ് ആയിട്ടിരിക്കുന്നതാണ്. അവരെല്ലാം അക്കാഡമിക് ലെവൽ പ്രൂഫുകൾ വെച്ചായിരിക്കും അവർ സംസാരിക്കുന്നത്. സ്വതന്ത്ര ചിന്തകൻ എന്ന് പറയുമ്പോൾ അവന് അക്കാഡമിക് ലെവൽ പ്രൂഫ്സ് ഒന്നും ആവശ്യമില്ല. അവൻ്റെ ശരീരത്തിൻ്റെ പ്രവർത്തനം അടിസ്ഥാനമാക്കിയെടുത്ത് അത് അനുഭവമാക്കി നിലനിർത്തി കൊണ്ടുപോകുന്നവനാണ് ഒരു സാക്ഷാൽ സ്വതന്ത്ര ചിന്തകൻ. അതാണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. അവിടെ നമ്മളുടെ ലൈഫിൻ്റെ റിച്ച്നെസ്സാണ് ആ വ്യക്തി അനുഭവിക്കുന്നത്. ആ വ്യക്തിക്ക് സാധ്യമാകുന്ന ഏറ്റവും ഉയർന്ന അനുഭവമാണ്. അതാണ് വേണ്ടത്. മനസ്സിലായി? അതിലോട്ട് എല്ലാവരും എത്തണം. ഓരോ വ്യക്തിയുടെയും സ്വാതന്ത്ര്യം അവൻ്റെ ജീവിതത്തിൻ്റെ മഹാ അത്ഭുതം തന്നെയായിരിക്കണം. എല്ലാവർക്കും സംഭവിക്കട്ടെ.